നമസ്കാരം. ഇടുക്കി കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിലെ അനസ് എന്നു പേരുള്ള പോലീസുകാരനെ ഒരിക്കൽ തൻ്റെ ഒരു സുഹൃത്ത് ഒരു മെസ്സേജ് അയച്ചു വാട്സാപ്പിലേക്ക്. എടാ അനസ്, നമ്മുടെ ഗ്രൗണ്ടിൽ സ്ഥിരം രണ്ടവന്മാർ ബൈക്കിൽ വരുന്നുണ്ട്. അവിടെ ഇരുന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. പിള്ളേർക്കും കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വണ്ടി നമ്പർ കിട്ടിയിട്ടുണ്ട്. നീ അത് ആരുടെയാണെന്ന് നോക്ക്. അനസിൻ്റെ കുട്ടികളും ആ പരിസരത്ത് പോകുന്നത് കൊണ്ട് തന്നെ RC നമ്പർ വെച്ച് അനസ് ആ വണ്ടി ഉടമയുടെ RC ഡീറ്റെയിൽസ് എടുത്ത് അപേക്ഷിച്ച സുഹൃത്തിന് കൊടുത്തു. 2 മാസത്തിന് ശേഷം അനസിനോട് RC നമ്പർ ചോദിച്ചയാൾ തൊടുപുഴയിലെ SDPIയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അയാൾ മറ്റൊരാളുമായി വഴക്കുണ്ടാക്കിയതിൻ്റെ പേരിൽ കേസെടുത്തു. കേസിൻ്റെ ഭാഗമായി മൊബൈൽ ഫോൺ എടുത്ത് പരിശോധിച്ചപ്പോൾ അനസുമായി കമ്മ്യൂണിക്കേഷൻ നടത്തിയത് കാണുകയും അനസ് 2 വണ്ടിയുടെ RC നമ്പർ കൊടുത്തത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടായിരുന്ന DYSP അപ്പോൾ തന്നെ മാധ്യമങ്ങളെ വിവരമറിയിച്ചു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പ്രവർത്തകൻ പോലീസിലുണ്ടെന്നും അയാൾ ചിലരുടെ വിവരങ്ങൾ SDPI നേതാവിന് കൈമാറിയെന്നുമായിരുന്നു വാർത്ത. പത്രങ്ങളിലെല്ലാം വാർത്ത വന്നു. പോലീസ് അന്വേഷണം നടത്തി. ഒടുവിൽ അനസിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഹിന്ദു നേതാക്കളുടെ വിശദാംശങ്ങൾ ഭീകര നേതാക്കൾക്ക് കൈമാറി എന്നതായിരുന്നു കുറ്റം. പത്രങ്ങളിലെല്ലാം ധാരാളം വാർത്ത വന്നു. അനസ് തൊഴിൽ രഹിതനായി ഇപ്പോൾ നടക്കുന്നു. നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ അനസിനെ ഒരു ഭീകരനായി കരുതിയാൽ കുറ്റം പറയാൻ കഴിയില്ല. മാധ്യമങ്ങളിൽ അങ്ങനെയാണല്ലോ വാർത്തകൾ വന്നത്. തൊഴിൽ രഹിതനായ അനസ് അപ്പീലൊക്കെ കൊടുത്ത് കാത്തിരിക്കുന്നു. അതിനിടയിൽ തൊഴിൽ രഹിതനായ അനസ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ഒരു വിവരാവകാശ അപേക്ഷ കൊടുത്തു. ആ വിവരാവകാശ അപേക്ഷയുടെ മറുപടി ഇങ്ങനെയാണ്. 1. അപേക്ഷകൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലോ സംഘടനകളിലോ അംഗമായിരുന്നത് സംബന്ധിച്ച് രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥന് ഹാജരാക്കിയിട്ടില്ലാത്തതാണ്. അതായത് അനസിനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ സംഘടനയിലോ ബന്ധമാണ് എന്നതിന് തെളിവില്ല. 2. അപേക്ഷന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലോ സംഘടനകളിലോ അംഗമായിരുന്നത് സംബന്ധിച്ച് രേഖകൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരോ മറ്റ് അന്വേഷണ ഏജൻസികളോ ഹാജരാക്കിയിട്ടില്ല. ഇനി സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുണ്ടോ? അതുമില്ല. 3. അപേക്ഷയിൽ സൂചിപ്പിച്ച 2 വാഹനങ്ങൾ ഒഴികെ മറ്റേതെങ്കിലും വാഹനങ്ങളുടെ RC പർട്ടിക്കുലർ അപേക്ഷകൻ അയച്ചു കൊടുത്തതായി കാണപ്പെട്ടിട്ടില്ലാത്തതാണ്. അതായത് ഈ 2 വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് മാത്രമാണ് ഈ അനസ് കൊടുത്തത് എന്ന് പോലീസ് പറയുന്നു. 4. RC പർട്ടിക്കുലേഴ്സിൽ പറയുന്ന വാഹന ഉടമകളുടെ മൊഴിയോ ഇവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ആണെന്നോ മതം ഏതാണെന്നോ തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാജരാക്കിയിട്ടില്ല. BJP നേതാക്കന്മാരുടെ വിശദാംശങ്ങൾ എടുത്തു കൊടുത്തു എന്നായിരുന്നു അന്നത്തെ പരാതി. എന്നാൽ ഈ RC ബുക്കിൻ്റെ ഉടമകൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെന്നോ അവർക്ക് പരാതി ഉണ്ടെന്നോ അവരുടെ മൊഴിയോ ഒന്നും ഇല്ല. പക്ഷേ അനസിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. മറ്റൊരു വിവരാവകാശ രേഖയിൽ അനസിന് ലഭിക്കുന്നത് PW1 ആയി വിസ്തരിച്ച സൈബർ ട്രെയിനിങ് പൂർത്തിയാക്കിയ SPO 3563 പ്രതാപൻ, PW4 ആയി വിസ്തരിച്ച ഷാനവാസിൽ നിന്നും 2 വാഹനങ്ങളുടെ RC വിവരങ്ങൾ താങ്കളുടെ ഫോണിൽ നിന്നും താങ്കൾ അയച്ചു നൽകിയത് കണ്ടെത്തിയ തീയതി 15/10/2021. ഈ ഓഫീസിൽ ലഭ്യമായ രേഖകൾ പ്രകാരം താങ്കൾ PW4 ആയി വിസ്തരിച്ച ഷാനവാസിൻ്റെ ഫോണിലേക്ക് 2 വാഹനങ്ങൾ RC വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതായി ആരോപിച്ചിരിക്കുന്നതും തീയതിയിൽ ഷാനവാസ് SDPI എന്ന സംഘടനയിൽ ഏതെങ്കിലും ഔദ്യോഗിക പദവി വഹിച്ചിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിച്ചിട്ടുള്ള രേഖകളിൽ ലഭ്യമല്ലാത്തതുമാണ്. അതായത് ഈ സംഭവം ഉണ്ടാവുമ്പോൾ ഷാനവാസ് എന്ന് പറയുന്ന ആൾ SDPIയുടെ പദവിയുള്ള ആളല്ല. ഇനി SDPIയുടെ പദവി ഉണ്ടെങ്കിലും നടപടിയെടുക്കാൻ സാധ്യമല്ല. SDPI നിരോധിക്കപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടിയാണ്. ഞാൻ അനസിൻ്റെ കഥ പറഞ്ഞത് പോലീസ് വിരോധമുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എന്ന് വ്യക്തമാക്കാനാണ്. ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട് പല പോലീസ് ഉദ്യോഗസ്ഥരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ PS രഘു എന്ന ജനമൈത്രി പോലീസുകാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് ഒരു വെൻഡിങ് മെഷീൻ നടത്തി കോവിഡ് കാലത്ത് അവിടെ വരുന്നവർക്ക് വെള്ളവും ചായയും കുടിക്കാൻ സൗകര്യമൊരുക്കി കൊടുത്തു. അതിൻ്റെ ഉദ്ഘാടനത്തിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചില്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ്. ഇപ്പോഴും രഘു സർവീസിന് പുറത്താണ്. കൊച്ചിയിൽ വിനോദ് കൃഷ്ണ എന്ന പേരുള്ള ASI ഉണ്ടായിരുന്നു. അന്വേഷണ മികവിൽ പേരെടുത്ത ASI. ഏതെങ്കിലും ഒരു പ്രതി കുറ്റകൃത്യം ചെയ്തിട്ട് നാട് വിട്ടാൽ കേരളത്തിന് പുറത്തുപോയി കൊണ്ടുവരാൻ വൈദഗ്ധ്യമുള്ള പോലീസുകാരൻ. അയാളുടെ മികവ് കൊണ്ട് അനേകം കേസുകൾ തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കവേ ഒരു പെൺകുട്ടിയെ കാണാതെ പോകുന്നു. ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ ഡൽഹിക്ക് പോവുകയാണ് വിനോദ് കൃഷ്ണൻ. ഒരു കാര്യം ശ്രദ്ധിക്കണം, കേരളത്തിന് പുറത്തേക്കൊക്കെ പോലീസുകാർ പോകുന്നുണ്ടെങ്കിലും പോലീസ് ഒരു പണവും കൊടുക്കാറില്ല. കയ്യിൽ നിന്ന് പണമെടുത്താണ് പോലീസുകാർ എല്ലാ സൗകര്യവും ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ വിനോദ് കൃഷ്ണ വിമാന ടിക്കറ്റ് പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് വാങ്ങി. അത് പരാതിയായി കൈക്കൂലി എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. വിനോദ് കൃഷ്ണയെ ജോലിയിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ജോലി ചെയ്യുന്നതിൻ്റെ പേരിൽ സസ്പെൻഷൻ വാങ്ങുകയും ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ധാരാളമുണ്ട് നമ്മുടെ സേനയിൽ. അവിടെയാണ് കൊല്ലം ക്രൈംബ്രാഞ്ച് DYSP ആയ MP വിനോദിനോട്
പിണറായിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കാണിക്കുന്ന വാത്സല്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. MP വിനോദിൻ്റെ പേരിൽ ധാരാളം ആരോപണങ്ങളുണ്ട്. അഴിമതി നടത്തിയതിനും നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്തതിനുമൊക്കെ. ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. പക്ഷെ ഒരിക്കൽ പോലും MP വിനോദിനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല, MP വിനോദിന് SP ആയി പ്രൊമോഷൻ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻ കമ്മിറ്റി ചേരുന്ന സമയത്ത് വിനോദിനെതിരെയുള്ള പ്രധാനപ്പെട്ട അന്വേഷണം വൈകിപ്പിച്ചു. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻ കമ്മിറ്റി ചേരുന്നത്. ചീഫ് സെക്രട്ടറിയും DGPയും അടങ്ങുന്ന ഒരു സംഘമാണ് DPSയിലുള്ളത്. ഏതെങ്കിലും ഒരു കുറ്റപത്രമോ ഗൗരവമേറിയ ആരോപണമോ FIR ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊമോഷൻ കൊടുക്കില്ല. അതറിയാവുന്നതുകൊണ്ട് DPC കൂടി വിനോദിന്റെ പ്രൊമോഷൻ ക്ലിയർ ചെയ്യുന്നത് വരെ ഈ അന്വേഷണ ഉത്തരവ് പുറത്തിറങ്ങിയില്ല. ഒടുവിൽ കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് അന്വേഷണ ഉത്തരവ് പുറത്തിറക്കി. കേൾക്കുക. പുനലൂർ DYSP ആയിരുന്ന ശ്രീ വിനോദ് പത്തനാപുരം പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 571/2022 കേസുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെട്ടത് സംബന്ധിച്ച് പരാമർശപ്രകാരം സംസ്ഥാന പോലീസ് മേധാവി സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ചതിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തിയ ക്രൈം 571/2022 കേസിലെ മോഷണ മുതലുകളിൽ 4.25 കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങളും 4 ലക്ഷം രൂപ കണ്ടെടുക്കാനുണ്ടെന്നും കേസിലെ മോഷണ മുതൽ റിക്കവറി നടത്തിയ സമയം പോലീസ് തിരിമറി നടത്തിയതായും കാണിച്ച് T കേസുകൾ ആപരാധിക്കാരനായ രാമചന്ദ്രൻ നായർ എന്നയാൾ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു പരാതി നൽകുകയും T ആരോപണത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം റേഞ്ച് DIG മുഖേന അന്വേഷണം നടത്തി റിപ്പോർട്ട് ലഭ്യമാക്കിയതിൽ ആപരാധിക്കാരൻ രാമചന്ദ്രൻ നായരെ കണ്ട് ചോദിച്ചത് പ്രകാരം പുനലൂർ DYSP ആയിരുന്ന ശ്രീ വിനോദ് നഷ്ടപ്പെട്ടു പോയ സ്വർണം തിരികെ വീണ്ടെടുത്ത് നൽകാമെന്ന് പറഞ്ഞ് ടിയാനിൽ നിന്നും ഇടനിലക്കാരൻ മുഖേന പണം ആവശ്യപ്പെട്ടു എന്നത് വെളിപ്പെട്ടിട്ടുള്ളതാണ്. നഷ്ടപ്പെട്ട സ്വർണം തിരികെ ലഭിക്കുന്നതിന് പുനലൂർ DYSP ആയിരുന്ന ശ്രീ വിനോദ് നൽകിയ 15 ലക്ഷം രൂപ നൽകണമെന്ന് ഇടനിലക്കാരൻ സജി ബെന്യാം എന്നയാൾ പറഞ്ഞ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സെക്രട്ടറി ബിനു ചെറിയാൻ കേസിലെ ആപരാധിക്കാരൻ രാമേന്ദ്രൻ നായരിൽ നിന്നും 15 ലക്ഷം രൂപ 07/6/2022 വാങ്ങിയിട്ടുള്ളതും ബിനു ചെറിയാൻ പുനലൂർ DYSPയുടെ സുഹൃത്തായ സജി സെബാസ്റ്റ്യനെ T തുക ഏൽപ്പിക്കുകയും സജി സെബാസ്റ്റ്യൻ T തുക DYSP വിനോദിന് നൽകിയിട്ടുള്ളതായും എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടും സ്വർണം തിരികെ ലഭിക്കാത്തതിനാൽ രാമേന്ദ്രൻ നായർ ബിനു ചെറിയാനോട് തുക തിരികെ ആവശ്യപ്പെട്ടിട്ടുള്ളതും 22/08/2021 സജി ബെന്യാൻ വിനോദിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങി ബിനു ചെറിയാൻ മുഖാന്തരം രാമേന്ദ്രൻ നായർക്ക് നൽകിയിട്ടുള്ളതായും ബാക്കി 5 ലക്ഷം രൂപ രാമേന്ദ്രൻ നായരുടെ വക്കീലായ ജാഫർ ഖാന്റെ പുനലൂരിലെ ഓഫീസിൽ വെച്ച് 13/12/2023 സജി ബെന്യാൻ ആവലാതിക്കാരൻ രാമേന്ദ്രൻ നായർക്ക് നൽകിയിട്ടുള്ളതായും മാത്രമല്ല ആവലാതിക്കാരൻ അഡ്വക്കേറ്റ് ജാഫർ ഖാന്റെ ഓഫീസിൽ വെച്ച് 5 ലക്ഷം രൂപ കൈപ്പറ്റിയ സമയത്ത് മൊത്തം തുക 15 ലക്ഷം രൂപ കൈപ്പറ്റിയ രസീത് ആവലാതിക്കാരൻ എഴുതി വാങ്ങിയിട്ടുള്ളതായും അന്വേഷണത്തിൽ തെളിവായിട്ടുള്ളതാണ്. അങ്ങനെ പോവുകയാണ്, ഞാൻ വിശദാംശങ്ങൾ വായിക്കുന്നില്ല. അതായത് 15 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് DIG അന്വേഷിച്ച് കണ്ടെത്തി. എന്നിട്ട് DGP ഇയാൾക്കെതിരെ അന്വേഷണം നടത്തി പുറത്താക്കാൻ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ നാളിതുവരെയായിട്ടും അന്വേഷണം ഒരിടത്തും പോയില്ല. അയാൾ ഇപ്പോഴും സർവീസിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ കൊല്ലം ക്രൈംബ്രാഞ്ചിലെ DYSP ആണ്. ഇപ്പോൾ അയാളുടെ പ്രൊമോഷൻ ക്ലിയർ ചെയ്തതിന് ശേഷം ഇതാ പോലീസ് ഒരു ഉത്തരവിറക്കിയിരിക്കുന്ന ഉത്തരവ് എന്ന് പൂർത്തിയാകും എന്ന് ആർക്കും അറിയില്ല. ഇയാളെ മാറ്റി നിർത്തിയല്ല, സസ്പെൻഡ് ചെയ്തല്ല അന്വേഷണം നടത്തുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച കേസുകളുമായി താരതമ്യം ചെയ്യണം ഈ കേസ്. പിണറായി വിജയനും പാർട്ടിക്കാർക്കും വേണ്ടപ്പെട്ടയാളാണെങ്കിൽ ഒന്നും ചെയ്യില്ല എന്നതിന് തെളിവ്. ഇത് മാത്രമല്ല, ഇയാൾക്കെതിരെ നിരവധി മറ്റാരോപണങ്ങളുമുണ്ട്. നമുക്കറിയാം കൊല്ലം രാമഭദ്രൻ വധക്കേസിനെ കുറിച്ച്. ഈ അടുത്ത കാലത്താണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്, പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക്. രാമഭദ്രൻ സ്വാധീനമുള്ള ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. CPMകാർ അയാളെ വെട്ടിക്കൊലപ്പെടുത്തി. ആ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിരുന്ന ഈ വിനോദ് കേസിന്റെ വിചാരണ ഭാഗത്ത് പ്രതിഭാഗം ചേർന്നുകൊണ്ട് കാലുവാരി. ഇത്തരത്തിൽ CPMന് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ആളാണ് വിനോദ് എന്ന പോലീസ് ഓഫീസർ. അതുകൊണ്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്യാതെ ഇത്രയും വലിയ അന്വേഷണം നടത്തുന്നത്. വാസ്തവത്തിൽ അന്ന് ആ കേസിൽ അട്ടിമറി നടത്താൻ കാലുമാറിയപ്പോൾ തന്നെ പുറത്താക്കേണ്ടതാണ്. പക്ഷേ വിനോദ് സർക്കാരിൻ്റെ സ്വന്തമാണ്, പാർട്ടിയുടെ സ്വന്തമാണ്. അതുകൊണ്ട് വിനോദ് സുരക്ഷിതമാണ്. അല്ലാതെ നീതി ചെയ്യുന്നവരെ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല പുറത്താക്കുകയും ചെയ്യും.